തിരിച്ചെത്താം. ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ മാധ്യമങ്ങളെ കാണുകയാണ് തത്സമയം. സർക്കാരിനെ താങ്ങി നിർത്തുന്ന ബുദ്ധിജീവികളും സാംസ്കാരിക പ്രവർത്തകരും ചില മാധ്യമ പ്രവർത്തകരും അതുപോലെ നിഷ്പക്ഷരാണ് എന്ന് കരുതി വന്ന് സമൂഹ മാധ്യമങ്ങളിലൂടെ സർക്കാരിന് സ്തുതിഗീതം പാടുന്നവരും ഒക്കെ എം.ടിയുടെ വാക്കുകൾ ശ്രദ്ധയോടുകൂടി കേൾക്കണം എന്നാണ് എന്റെ വിനയപൂർവമായ അഭ്യർത്ഥന. കാരണം ആ വാക്കുകൾ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അധികാരം എങ്ങനെ ദൂഷിപ്പിക്കുന്നു മനുഷ്യനെ, അധികാരം അഹങ്കാരത്തിലേക്കും ധാർഷ്ട്യത്തിലേക്കും എങ്ങനെ പോകുന്നു, പ്രതിഷേധങ്ങളെ ഭയപ്പെടുന്നു, പ്രതിഷേധിക്കാനുള്ള അവകാശത്തെ ഹനിക്കുന്നു, അതിനെ അടിച്ചമർത്തുന്നു, ക്രൂരമായ മർദ്ദന മുറകൾ സംസ്ഥാനത്ത് എമ്പാടും അഴിച്ചുവിടുന്നു. ഇതൊക്കെ കണ്ട് എം.ടിയെ പോലുള്ള ഒരാൾ പ്രതികരിച്ചതിൽ വലിയ സന്തോഷമുണ്ട്. കാരണം അദ്ദേഹത്തിന്റെ വാക്കുകൾക്ക് അത്രയേറെ മൂർച്ചയുണ്ട് എന്ന് കരുതുന്നു. അത് മനസ്സിലാക്കാനാണ് ശ്രമിക്കേണ്ടത്, വഴിതിരിച്ചു വിടാൻ ശ്രമിച്ചാൽ വീണ്ടും ആപത്തിലേക്ക് കേരളം പോകും. രാജ്യവ്യാപകമായി ഫാസിസത്തിനെതിരെ നമ്മൾ നടത്തുന്ന ഒരു പോരാട്ടമുണ്ട്. ആ പോരാട്ടം കേരളത്തിൽ എത്തുമ്പോൾ അത് ഫാസിസത്തിന് ഇരുമുഖങ്ങളുണ്ട് എന്നുള്ള തിരിച്ചറിവാണ് നമ്മളെ വല്ലാതെ നിരാശപ്പെടുത്തുകയും വേദനിപ്പിക്കുകയും ചെയ്യുന്നത്. അത് തിരിച്ചറിഞ്ഞാണ് എം.ടിയുടെ ഈ അതിശക്തമായ ഈ പ്രതികരണം. അത് കേരളത്തിന്റെ സാമൂഹ്യ രാഷ്ട്രീയ മണ്ഡലങ്ങളിൽ വലിയ മാറ്റം ഉണ്ടാക്കാൻ കഴിയട്ടെ എന്നാണ് ഞാൻ പ്രത്യാശിക്കുന്നത്. അത് വളരെ വ്യക്തമാണല്ലോ, വളരെ വ്യക്തതയോടുകൂടിയാണല്ലോ അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം പണ്ഡിറ്റ് നെഹ്റുവിനെ താരതമ്യപ്പെടുത്തിക്കൊണ്ട് രാജ്യത്തെ പൊളിറ്റിക്സ് അല്ല അദ്ദേഹം വിശദീകരിച്ചത്. അദ്ദേഹം EMSനെ താരതമ്യപ്പെടുത്തിക്കൊണ്ടാണ് പറഞ്ഞത്. വ്യക്തിപൂജയെക്കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞത്. വ്യക്തിപൂജയെക്കുറിച്ചാണ്. അധികാരം എങ്ങനെ മനുഷ്യനെ ആധിപത്യം സ്ഥാപിക്കാൻ വേണ്ടി ശ്രമിക്കും.